നമുക്കിൻ്റെ പാർട്ട് 2ലേക്ക് പോകാം. കഴിഞ്ഞ ദിവസത്തെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. നമ്മൾ പാർട്ട് 2 പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതാണ്ട് ഈ കാണുന്ന ഇത്രയും സാധനമാണ്. ഈ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ദിവസം. മ്യൂച്വൽ ഇൻഡക്ഷനകത്ത് 2 കോയിലുകളുണ്ട്. സെൽഫ് ഇൻഡക്ഷൻ ആകുമ്പോൾ ഒറ്റ കോയിലേ ഉള്ളൂ. ഇങ്ങനൊരു കോയിൽ. ഈ കോയിലിലൂടെ ഞാനൊരു AC കടത്തിയിടാൻ പോവാണ്. ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കടത്തിവിടാൻ പോവാണ്. ഇപ്പം നമുക്കറിയാം ഏതൊരു കണ്ടക്ടറിനകത്തൂടെ കറണ്ട് പാസ് ചെയ്താലും അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ AC കടത്തിവിടുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവുമല്ലോ. ഓർത്ത് വയ്ക്കുക, ആദ്യം ഇതിനകത്തോട്ട് കറണ്ട് കടത്തി വിടുന്നു, അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, കാരണം AC ആണ് കൊടുക്കുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആകുമ്പോൾ വീണ്ടും അവിടെ ഒരു EMF ഉണ്ടാകും. നമ്മൾ കൊടുത്തത് കൂടാതെ ഒരു EMF അവിടെ ഉണ്ടാകും. നമ്മൾ കൊടുക്കുന്ന EMFൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടായിരിക്കും എന്തുണ്ടാകുന്നത്? ഈ ഉണ്ടാകുന്ന EMF ഉണ്ടാകുന്നത്. മനസ്സിലായത്? കൺഫ്യൂഷൻ ആവരുത്. നമ്മളൊരു കോയിലിലേക്ക് കറണ്ട് കൊടുക്കുന്നു, അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആകുമ്പോൾ അതിനകത്ത് ഒരു EMF വീണ്ടും ഉണ്ടാവും. ഈ EMFൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? നമ്മൾ കൊടുത്ത EMFന് ഒരു ഡയറക്ഷൻ, സപ്പോസ് ഇവിടുന്ന് അങ്ങോട്ടാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന EMFൻ്റെ ഡയറക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ EMFനെ വിളിക്കുന്ന ഒരു ബാക്ക് EMF എന്നാണ്. ബാക്ക് EMF. ഈ ഹോൾ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു കോയിലിലേക്ക് ഒരു AC സപ്ലൈ കൊടുക്കുമ്പോൾ ആ കോയിലിൽ ഒരു ബാക്ക് EMF ഉണ്ടാകുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഇൻഡക്ടർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഡക്ടർ. ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദി കോയിൽസ് യൂസ്ഡ് ടു വേരി ദ ഇലക്ട്രിക് ചേഞ്ചസ് ഇൻ ഇലക്ട്രിക് കറണ്ട് ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിലെ ഇലക്ട്രിക് കറണ്ടിലെ ചേഞ്ചസിനെ ഒപ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ ഒപ്പോസ് ദി ചേഞ്ചസ് ഇൻ ഇലക്ട്രിക് കറണ്ടിനെ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിലെ കറണ്ടിന് ഉണ്ടാകുന്ന ചേഞ്ചസിനെ എതിർക്കുന്ന കോയിലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡക്ടറുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇൻഡക്ടറിനകത്ത് വേറെ പ്രത്യേകതയുണ്ട്. ദേ ആർ യൂസ്ഡ് ടു റെഡ്യൂസ് ദ ഇലക്ട്രിക് കറണ്ട് ടു എ ഡിസൈഡ് വാല്യൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വാല്യൂയിലേക്ക് ഇതിൻ്റെ കറണ്ടിനെ കുറയ്ക്കണം. ഒരു സർക്യൂട്ടിൽ ഇത്ര ആംപിയർ കറണ്ട് മതി എന്ന് നമ്മൾ കുറയ്ക്കണം. അതിന് ഉപയോഗിക്കാറുണ്ട് ഇൻഡക്ടർ. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ പവർ ലോസ് ഇല്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്ടേഴ്സ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് ദ ഇലക്ട്രിക് കറണ്ട് ഇൻ എ സർക്യൂട്ട് ടു ദ ഡിസൈഡ് വാല്യൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂയിലേക്ക് കുറയ്ക്കാൻ, വിത്തൗട്ട് ലോസ് ഓഫ് പവർ. ഈ വിത്തൗട്ട് ലോസ് ഓഫ് പവർ എന്നുള്ളത് ശ്രദ്ധിക്കണം. കാരണം ഇൻഡക്ടറും റെസിസ്റ്ററും ഏകദേശം ഒരേ കാര്യം തന്നെയാണ് ഒരു സർക്യൂട്ടിൽ ചെയ്യുന്നത്. പക്ഷേ ഇൻഡക്ടർ റെസിസ്റ്റർ എന്നുള്ള പ്രധാന വ്യത്യാസങ്ങളിലൊന്ന്, ഇൻഡക്ടറിനകത്ത് പവർ ലോസ് ഇല്ല, പക്ഷേ റെസിസ്റ്ററിനകത്ത് പവർ ലോസ് ഉണ്ട്. അവിടെ ഹീറ്റായിട്ട് നഷ്ടപ്പെടും കുറേയൊക്കെ. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ AC-യിലേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, റെസിസ്റ്റർ ആകുമ്പോൾ AC-യിലും DC-യിലും യൂസ് ചെയ്യാം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇൻഡക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അത്രയും മാത്രം പഠിച്ചാൽ മതി. ഒരുപാട് കാടുവരിപ്പുണ്ട്. പിന്നെ ഇൻഡക്ടറിൻ്റെ ഈ ഒരു കഴിവുണ്ടല്ലോ, ഇങ്ങനെ എന്താ പറയുന്നത്, കറണ്ടിൻ്റെ വേരിയേഷൻസിനെ ഒപ്പോസ് ചെയ്യാനുള്ള കഴിവ്, അതിനെ വിളിക്കുന്നത് ഇൻഡക്റ്റൻസ് എന്നാണ്. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറിയാണ്. ഹെൻറി അല്ലെങ്കിൽ H എന്ന സിമ്പൽ കൊണ്ടാണ് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും മതി ഇൻഡക്ടറുമായിട്ട് ബന്ധപ്പെട്ട്, കൂടുതലൊന്നും പഠിക്കേണ്ട. അടുത്തത് പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, മലയാളത്തിൽ പറഞ്ഞാൽ വൈദ്യുത പ്രേഷണവും വിതരണവും. നമുക്ക് നോക്കാം. ഈ പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഹെഡിങ്ങിന് താഴെ പഠിക്കേണ്ട ആദ്യത്തെ കാര്യം എന്താണ്? പവർ സ്റ്റേഷൻ എന്നുള്ളതാണ്. പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് സ്കെയിലിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അതായത് വലിയ അളവിൽ കറണ്ടിനെ ഉണ്ടാക്കണം. നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന കറണ്ട് ഉണ്ടല്ലോ, അതുണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് പവർ സ്റ്റേഷൻസ്. പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ജനറേറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ 3 ഫേസ് AC ജനറേറ്ററാണ്. ഏതാണ്? 3 ഫേസ് AC ജനറേറ്റർ. അപ്പോൾ ഈ 3 ഫേസ് AC ജനറേറ്ററിൻ്റെ
ഭാഗങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഭാഗങ്ങൾ തന്നെയാണ്. നിങ്ങൾക്കത് പഠിക്കേണ്ട, അതുകൊണ്ട് തന്നെ 3 ഫേസ് AC ജനറേറ്റർ എന്ന് മാത്രം പഠിച്ചാൽ മതി. ഇനി ഇന്ത്യയിൽ എത്ര വോൾട്ടിലാണ് പവർ ജനറേറ്റ് ചെയ്യുന്നത്? പിന്നെ ഒരു കാര്യം, ഇത്തവണത്തെ ടെക്സ്റ്റിനകത്ത് ആഡ് ചെയ്തൊരു കാര്യമുണ്ട്. പവർ സ്റ്റേഷൻസ് വർക്ക് ചെയ്യുന്ന ഏത് പ്രിൻസിപ്പിളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ജനറേറ്റർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇന്ത്യയിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിളിൻ്റെ പുറത്താണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ്, മാറ്റമൊന്നുമില്ല. ഇനി ഇന്ത്യയിൽ എത്ര വോൾട്ടിലാണിത് ജനറേറ്റ് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 11,000 വോൾട്ട് അല്ലെങ്കിൽ 11 kV. ഇതിപ്പോൾ രണ്ടും എഴുതിയതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഓപ്ഷൻ തന്നിട്ടൊക്കെ തെറ്റിക്കും. 11 വോൾട്ട്, 11,000 കിലോ വോൾട്ട് എന്നൊക്കെ പറയും. നമ്മൾ 11,000, ഈ 1000നെയാണ് നമ്മൾ K എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ 2K20, ഇപ്പോൾ 2020 ഒക്കെ പറയാം. കഴിഞ്ഞ വർഷം നമ്മൾ 2K19 എന്നൊക്കെ എഴുതുമായിരുന്നു. K എന്ന് പറഞ്ഞാൽ 1000 എന്നുള്ളതാണ്. അപ്പോൾ 11 kV ആണ് നമ്മളെ ഇന്ത്യയിൽ പവർ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ്, നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിലെ സപ്ലൈ ഫ്രീക്വൻസി എത്രയായിരുന്നു? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, 50 Hz ആണ്. ഓക്കെ, ഈ 11 kV ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി നമ്മളുടെ വീടുകളിലെത്തുമ്പോൾ ഉപയോഗിക്കുന്നത് 230 വോൾട്ടിലാണ്, 230 വോൾട്ടിലാണ്. അതെങ്ങനെയാണ് നോക്കാം. ഈ പവർ സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ 11 kV എന്ത് ചെയ്യും? സ്റ്റെപ്പ് അപ്പ് ചെയ്യും. എന്താ സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ? വലിയ വോൾട്ടേജ് ആക്കും. ഒരു 220 kV ആക്കി അങ്ങ് മാറ്റും. അവിടെ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറുകളെ വിളിക്കുന്ന പേരാണ് പവർ ട്രാൻസ്ഫോമറുകൾ. അപ്പോൾ പവർ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് ഈ 11 kV നേരെ അങ്ങ് 220 kV അല്ലെങ്കിൽ 220 kV ആക്കി മാറ്റും. പിന്നീട് അത് പലയിടത്തെയും യൂസ് അനുസരിച്ച് 66 kV ആക്കി മാറ്റും, 33 kV ആക്കി മാറ്റും, 11 kV ആക്കി മാറ്റും. ആദ്യം നമ്മൾ ഉണ്ടാക്കിയത് 11 kV ആണ്. അതുപോലെ ഈ 11 kV ആക്കി മാറ്റുന്ന സ്ഥലമുണ്ട് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ വിതരണ ട്രാൻസ്ഫോമർ എന്ന് പറയും. നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഇരിക്കുന്ന ട്രാൻസ്ഫോമർ കണ്ടിട്ടില്ലേ? അതാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിനകത്ത് 4 ലൈൻ ഉണ്ടാവും. 4 ലൈൻ എന്ന് പറഞ്ഞാൽ 3 ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനും. എന്താണ്? 3 ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനും. ഈ 3 ഫേസ് ലൈനിനകത്തുനിന്ന് ഒരു ഫേസ് ലൈൻ നമുക്ക് തരും, ഒരു ന്യൂട്രൽ ലൈൻ തരും. നമ്മുടെ വീടുകളിലേക്ക് യൂസിന് എന്താണ് ചെയ്യുന്നത്? ഒരു ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനും ആയിരിക്കും തരുന്നത്. ഈ ഒരു ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനും ഇടയ്ക്കുള്ള വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചാൽ 230 വോൾട്ടാണ്. ഒരു ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനും ഇടയ്ക്കുള്ള വോൾട്ടേജ് 230 വോൾട്ടാണ്. അതുപോലെ തന്നെ 2 ഫേസ് ലൈൻ ഇടയ്ക്കുള്ള വോൾട്ടേജ് എത്രയാണ്? 400 വോൾട്ടാണ്. മറന്നു പോലും 400 വോൾട്ടാണ്. അപ്പോൾ 2 ഫേസ് ലൈൻ ഇടയ്ക്കുള്ള വോൾട്ടേജ് 400 വോൾട്ട്, ഒരു ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനും ഇടയ്ക്കുള്ള വോൾട്ടേജ് 230 വോൾട്ട്. മറന്നു പോരുത്. ന്യൂട്രലിലെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ചോദിച്ചാൽ 0 ആണ്. അതേസമയം ഫേസിനും ന്യൂട്രലിനും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചോദിച്ചാൽ 230 വോൾട്ട്. ഇനി നമുക്കറിയാവുന്ന പവർ സ്റ്റേഷൻസ് എവിടെയൊക്കെയുണ്ട്? ഇടുക്കിയിൽ മൂലമറ്റം എന്ന് പറയുന്നുണ്ട്, അതുപോലെ നമ്മുടെ കായംകുളം NTPC ഉണ്ട്, പിന്നെ കൂടംകുളം ന്യൂക്ലിയർ പ്രോജക്റ്റ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ മറ്റൊരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു ടോപ്പിക് കൂടെ അറിയണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ പറഞ്ഞു 11 kV ഉണ്ടാക്കുന്ന കറണ്ട്, 11 kV ഉണ്ടാകുന്ന കറണ്ടിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് 220 kV ആക്കി മാറ്റുമെന്ന് പറഞ്ഞു. എന്തിനാണ് ഹൈ വോൾട്ടേജിലോട്ട് ഇതിനെ മാറ്റുന്നത്? വളരെ സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കുക. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. വൈ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ഇസ് പ്രിഫേർഡ് എന്നോ, അല്ലെങ്കിൽ വൈ ദ ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ഇൻ ദ പവർ സ്റ്റേഷൻ ഈസ് സ്റ്റെപ്പ്ഡ് അപ്പ് ടു എ ഹയർ വാല്യൂ എന്നോ എന്തെങ്കിലും ചോദിക്കാറുണ്ട്. അതിന് കാരണം എന്താണ്? നമുക്ക് ഒരു ഇക്വേഷൻ അറിയാമല്ലോ, H = I²RT. H = I²RT അനുസരിച്ച് കറണ്ട് എത്രത്തോളം കൂടുന്നു അവിടെ ഹീറ്റ് ലോസ് കൂടിക്കൊണ്ടിരിക്കും. നഷ്ടമാണ്, ഹീറ്റ് ലോസ് ആണ്. അപ്പോൾ കറണ്ട് എത്രത്തോളം കുറയുന്നു അതിൻ്റെ ഇരട്ടി എന്ത് കുറയും? I² ആണ്, ഇരട്ടിയല്ല, സ്ക്വയർ കണ്ടിട്ട് എന്ത് ചെയ്യും? ഹീറ്റ് കുറയും. അപ്പോൾ കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഹീറ്റ് ഒരുപാട് കുറയും. അപ്പോൾ നമുക്ക് കറണ്ട് കുറയ്ക്കണം, എന്നാൽ പവർ സെയിം ആയിട്ട് നിർത്തണം. പവർ ഞാൻ പറഞ്ഞല്ലോ, ട്രാൻസ്ഫോമറിനകത്ത് എങ്ങനെയാണ് പവറിന് വ്യത്യാസം വരാതാണ് വോൾട്ടേജിൻ്റെ വാല്യൂ കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പവറിന് വ്യത്യാസം വരുന്നത്, പവറിൻ്റെ ഇക്വേഷൻ നമുക്ക് പ്രധാനമായിട്ട് അറിയാവുന്ന സാധനം VI ആണ്. VI നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ പവർ ഇക്വേഷനകത്തും P = VI ആണ് പഠിച്ചത്. അപ്പം I കുറയണമെങ്കിൽ എന്ത് കൂടണം?
വി കൂടിയല്ലേ പറ്റൂ. കാരണം എന്താ, പവർ സെയിം ആയിട്ട് നിൽക്കണം. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇപ്പോൾ 2x4 ഇതുമായിട്ട് ബന്ധമില്ല. 2x4 = 8 ആണ്. അതെ, ഈ 4ന് എനിക്കങ്ങ് എത്ര ആക്കണം, ഒരു 8 ആക്കണമെന്ന് വെച്ചു. ഇവിടുത്തെ ഫൈനൽ ആൻസർ 8 തന്നെ നിൽക്കാൻ വേണം. ഈ 2 എന്ത് ചെയ്യണം, കുറയണ്ടേ, 1 ആവണ്ടേ. ഇവിടുത്തെ വാല്യൂ കുറഞ്ഞപ്പോൾ ഇവിടുത്തെ വാല്യൂ കൂടി, എന്നാലേ ഇത് സെയിം ആയിട്ട് നിൽക്കത്തുള്ളൂ. ഇവിടെ അതുപോലെ ഐ കുറയണം, എന്നാൽ പവർ സെയിം ആവുകയും വേണം. അപ്പോൾ ആര് കൂടണം, വോൾട്ടേജ് കൂടുകയും വേണം. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. അത് കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ലോസ് കുറയ്ക്കാൻ പറ്റും. പവറിന് ചേഞ്ച് ഇല്ലാതെ കറണ്ട് കുറയ്ക്കണമെങ്കിൽ വോൾട്ടേജ് കൂട്ടണം. ഇതേ ഉള്ളൂ അതിൻ്റെ ആൻസർ. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, മറന്നു പോകരുത്. അടുത്തത് ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷനാണ്. അതായത് വീടുകളിലെ വയറിങ് എങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഈ പടം കാണാമല്ലോ. ഈ കാണിച്ചിരിക്കുന്ന പടത്തിനകത്ത്, നിങ്ങൾ ടെക്സ്റ്റിനകത്തുള്ള പടം തന്നെയാണ് ഞാൻ ഇവിടെ അടുത്ത് കാണിക്കുന്നുള്ളൂ. ആദ്യം കാണുന്നതാണ് പോസ്റ്റ് എന്ന്. ഒരു 4 ലൈൻ പോസ്റ്റിനകത്ത് വരച്ച് വെച്ചിട്ടുണ്ട്. അതിൽ 2 എണ്ണമേ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നുള്ളൂ. എങ്ങോട്ട്, നേരെ ഈ KWH മീറ്ററിലേക്ക് വരുന്നുള്ളൂ. അല്ലെങ്കിൽ വാട്ട് അവർ മീറ്റർ നമ്മൾ അടുത്ത സെക്ഷനിൽ അത് പഠിക്കും. ഓക്കെ, അപ്പോൾ ഈ 4 ലൈനിൽ 2 എണ്ണം എടുക്കുന്ന ഏതൊക്കെ ആയിരിക്കണം, ഒരു ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനും. കാരണം നമുക്ക് 230 വോൾട്ട് മതി. അതുകൊണ്ട് ഒരു ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനും. ചെറിയ വെൽഡിങ് ഇൻഡസ്ട്രികളോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ഇൻഡസ്ട്രികൾക്കൊക്കെ ആണെങ്കിൽ എന്താണ് 400 വോൾട്ട് വേണം, അവർ വേറെ എടുത്തോളും. നമുക്കതറിയേണ്ട. ഹൗസ് ഹോൾഡല്ലേ നമുക്ക് വേണ്ടത്, 230 മതി. 230 വേണമെങ്കിൽ എന്തൊക്കെ എടുക്കണം, ഒരു ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനും. ചുരുക്കി പറഞ്ഞ ഒരു കറണ്ടുള്ള കമ്പി ഒരു കറണ്ട് ഇല്ലാത്ത കമ്പി എടുക്കും. നേരെ വന്ന് കയറുന്ന എങ്ങോട്ടാണ്, വാട്ട് അവർ മീറ്ററിലേക്കാണ്. നമ്മൾ വീട്ടിൽ ഒരു പച്ച ലൈറ്റൊക്കെ ഇങ്ങനെ ഓടിക്കത്തിക്കുന്ന റീഡിംഗ് ഒക്കെ എടുക്കാൻ ആൾ വരുമ്പോൾ നോക്കുന്ന മീറ്ററില്ലേ, അതിനെ വിളിക്കുന്നവരെ വാട്ട് അവർ മീറ്ററിലെ കിലോ വാട്ട് അവർ മീറ്റർ എന്നൊക്കെ പറയും. ഈ വാട്ട് അവർ മീറ്ററിൽ നിന്ന് നമ്മളൊരു പുതിയൊരു ലൈനൂടെ കാണുന്നുണ്ടോ, ഒരു പച്ച ലൈൻ. ഇതാണ് എർത്ത് ലൈൻ അല്ലെങ്കിൽ എർത്ത് വയർ എന്ന് പറയും. അപ്പോൾ ചോദിക്കാറുണ്ട്, ഒരു ഹൗസ് ഹോൾഡ് സർക്യൂട്ടിൽ എവിടെയാണ് എർത്ത് വയർ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരിക്കലും പോസ്റ്റിൽ നിന്നല്ല. എവിടെ നിന്നാണ്? വാട്ട് അവർ മീറ്ററിൽ നിന്നാണ്. ഇവിടുന്ന് നേരെ പോകുമ്പോൾ തന്നെ ആ മുകളിലത്തെ ലൈനിൽ ഒരു ചെറിയ ഫ്യൂസ് കണ്ടു. എന്തിനാണ് ഫ്യൂസ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അറിയാത്തവർ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഫ്യൂസിൻ്റെ വർക്കിംഗ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്യൂസ് ഉണ്ട്. നേരെ ഇതെല്ലാം കൂടെ വന്നിട്ട് ആരൊക്കെ, ഫേസ് ലൈൻ ന്യൂട്രൽ ലൈനോടെ വന്നിട്ട് എങ്ങോട്ടൊക്കെ കയറിയിരിക്കുന്നത്, മെയിൻ സ്വിച്ചിലേക്കാണ്. മെയിൻ സ്വിച്ച് നമുക്കറിയാമല്ലോ, വീട്ടിൽ കറണ്ടൊക്കെ പെട്ടെന്ന് ഓഫാക്കാനും ഓണാക്കാനും നമ്മൾ ഒരു ലിവർ പിടിച്ച് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടൊക്കെ വലിക്കത്തില്ലേ, ഇതാണ് മെയിൻ സ്വിച്ച്. മെയിൻ സ്വിച്ചിൽ നിന്ന് നേരെ പോകുന്ന എങ്ങോട്ടാണ്, ELCBയിലേക്കാണ്. ELCB എന്ന് പറഞ്ഞാൽ എന്താ, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. അടുത്ത സെക്ഷനിൽ നമ്മൾ അതിനെക്കുറിച്ചും പറയും. അപ്പോൾ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കറിൽ നിന്ന് എങ്ങോട്ടാണ് പോയിരിക്കുന്നത്, MCB ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. എന്താണ് MCB ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് MCBയുടെ ഫുൾ ഫോം. നമ്മുടെ വീടുകളൊക്കെ കണ്ടിട്ടില്ലേ, ഇപ്പോൾ മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ട് ചെറിയൊരു പാനൽ പോലെ ഇരിക്കുക. തുറന്ന് ഇടുമ്പോൾ ചെറിയ 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 കറുത്ത സാധനങ്ങൾ ഇരിപ്പില്ലേ. ഞാനിപ്പോൾ അതിൻ്റെ ഫോട്ടോ ഒരെണ്ണം ഇവിടെ കാണിക്കാം. അപ്പോൾ ഈ MCB എന്ന് പറയുന്ന സാധനങ്ങൾ കുറേ അടുക്കി വെച്ചിരിക്കുന്ന സാധനമാണ് MCB ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് എന്ന് പറയുന്നത്. അത് ഓരോ റൂമിലേക്കുള്ളതിന് ഒരു MCB ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഏരിയയിലേക്കുള്ളത് ഒരു MCB ആയിരിക്കും. അങ്ങനെ ആണല്ലോ. ഈ MCB ശ്രദ്ധിക്കണം, ഇതിനകത്തെല്ലാം ആരേ കയറുന്നുള്ളൂ, ലൈവ് ലൈൻ അല്ലെങ്കിൽ ഫേസ് ലൈൻ മാത്രമേ കയറുന്നുള്ളൂ. ന്യൂട്രൽ ലൈൻ അതിനകത്തോട്ട് കയറത്തില്ല. കാരണം അതിനകത്ത് കറണ്ട് ഇല്ല. അതുകൊണ്ട് തന്നെ അതിനെ നിയന്ത്രിക്കേണ്ട കാര്യമില്ല. കറണ്ടിനെ നിയന്ത്രിക്കാനാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. നേരെ MCBയിലേക്ക് കയറുന്നു, ലൈവ് ലൈൻ അതിനകത്തൂടെയും കയറി വരുന്നു, ന്യൂട്രൽ ലൈൻ ഇപ്പുറത്തൂടെയും പോകുന്നു. അത് നമ്മൾ ഓരോ റൂമിലേക്കൊക്കെ അങ്ങ് സപ്ലൈ കൊടുക്കും. ഇനി ഓരോ റൂമിലും നമ്മൾ കണ്ടിട്ടുണ്ട് സ്വിച്ച് ബോർഡ് ഇരിപ്പുണ്ട്. അതാണ് അടുത്ത് വരുന്നത്, സ്വിച്ച് ബോർഡ്. ഈ സ്വിച്ച് ബോർഡിനകത്ത് എന്തൊക്കെയുണ്ട്, കുറേ സ്വിച്ചുകൾ കാണും. അതിനപ്പുറത്തൊരു 3 പിൻ സോക്കറ്റ് കാണും. എന്താണ്, കുറേ ഹോളൊക്കെയുള്ള 3 പിൻ സോക്കറ്റ് കാണും. ഇവിടെ നേരെ ഈ വന്ന ഫേസ് ലൈൻ എല്ലാം കൂടെ ഓരോന്നും ചെന്ന് എങ്ങോട്ട് കയറും, സ്വിച്ചിനകത്തോട്ട് കയറും. അവിടെ ന്യൂട്രൽ ലൈൻ സ്വിച്ചിൽ കയറുന്നില്ല. സ്വിച്ച് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറണ്ടിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ കറണ്ട് ഉള്ള കമ്പി മതിയല്ലോ. അപ്പോൾ ഫേസ് ലൈൻ അല്ലെങ്കിൽ ലൈവ് ലൈൻ മാത്രമേ എവിടെയും കയറത്തുള്ളൂ, സ്വിച്ചിൽ കയറത്തുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്യൂസിലാണെങ്കിലും MCBയിലാണെങ്കിലും സ്വിച്ചിലാണെങ്കിലും ആര് മാത്രമേ കയറുന്നുള്ളൂ, ഫേസ് ലൈൻ അല്ലെങ്കിൽ ലൈവ് ലൈൻ മാത്രമേ കയറുന്നു. ഫേസ് ലൈൻ്റെ മറ്റൊരു പേരാണ് ലൈവ് ലൈൻ. ഓക്കെ, ഇനി സ്വിച്ചിനകത്ത് കയറി. ഇനി ആ മൂന്നാമത്തെ ലൈൻ കൊണ്ട് നമ്മൾ ആ ഗ്രീൻ കളർ എടുത്ത് എർത്ത് ലൈൻ, നേരത്തെ ചുമ്മാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു ഓരോ ഭാഗത്തൂടെ, പോയിട്ട് എവിടെ വന്ന് കയറി, നമ്മുടെ സ്വിച്ച് ബോർഡിലെ ആ 3 പിൻ സോക്കറ്റിലെ വലിയ പിന്നിലേക്ക് വന്ന് കയറി. അതാണ് ആ വലിയ ഹോളിലേക്ക് ആര് വന്ന് കയറി, എർത്ത് പിന്ന് വന്ന് കയറി, അല്ലെങ്കിൽ എർത്ത് വയർ വന്ന് കയറി. പിന്നെ
ഇനി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന പോലെ തന്നെ ഒരു ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ സർക്യൂട്ടിൽ എങ്ങനെയാണ് ഉപകരണങ്ങൾ കണക്ട് ചെയ്യുന്നത്? സീരീസ് ആണോ പാരലലാണോ? പാരലലായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഇത്രയും മാത്രം ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചാൽ മതി. വലിയ പടമൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം. ഓക്കെ. വാട്ട് അവർ മീറ്റർ, അല്ലെങ്കിൽ നമ്മൾ കിലോ വാട്ട് അവർ എന്ന് പറയുന്ന ഒരു സാധനം നേരത്തെ പഠിച്ചായിരുന്നല്ലോ. അപ്പോൾ ഈ വാട്ട് അവർ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ വീട്ടിൽ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട് ഇതിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഈ വാട്ട് അവർ മീറ്റർ എന്നൊരു പേര് അതിന് വന്നു? മറ്റൊരു പേരുണ്ട് എനർജി മീറ്റർ എന്ന് പറയും. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പേര് അതിന് വന്നത്? നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയുടെ കൊമേഴ്സ്യൽ യൂണിറ്റ്, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇലക്ട്രിക്കൽ എനർജിയുടെ കൊമേഴ്സ്യൽ യൂണിറ്റാണ് കിലോ വാട്ട് അവർ. ആണ് KWH. കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജിയുടെ കൊമേഴ്സ്യൽ യൂണിറ്റാണ്, അല്ലെങ്കിൽ വാണിജ്യ യൂണിറ്റാണ്. അതുകൊണ്ടാണ് ഇതിനെന്ത് വിളിക്കുന്നത്? വാട്ട് അവർ മീറ്റർ എന്ന് വിളിക്കുന്നത്. ഈ കിലോ വാട്ട് അവറിനെ മറ്റൊരു പേര് വിളിക്കും, എന്തായിരുന്നു? യൂണിറ്റ് എന്നും വിളിക്കും. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്. യൂണിറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക് എടുത്തപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ള എനർജി കൺസംഷൻ, അല്ലെങ്കിൽ എത്ര എനർജി ഇലക്ട്രിക് എനർജി യൂസ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? എനർജി ഇൻ കിലോ വാട്ട് അവർ ഈസ് ഈക്വൽ ടു പവർ ഇൻ വാട്ട് ഇൻറ്റു, അതായത് പവർ വാട്ടിലുള്ള പവർ ഇൻറ്റു ടൈം. ടൈം ഈ ഒരൊറ്റ ഇക്വേഷൻ മാത്രം ടൈം മണിക്കൂറിലാണ്, ബൈ 1000. അത്രേ ഉള്ളൂ. പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ ബൈ 1000. അതായത് തന്നിരിക്കുന്ന പവർ എത്ര ആണോ അത് വാട്ടിലാണോ നോക്കണം. വാട്ടിലല്ലെങ്കിൽ വാട്ടിലേക്ക് മാറ്റണം. എങ്ങനെ വാട്ടിലേക്ക് മാറ്റുന്നത്? ഇപ്പോൾ 2 കിലോ വാട്ട് എന്ന് പറയുന്നു. കിലോ എന്നുണ്ട് 1000, 2000 വാട്ട്. 3 കിലോ വാട്ട്, കിലോ എന്നുള്ളത് 1000, 3000 വാട്ട്. അപ്പം വാട്ടിലേക്ക് മാറ്റണം. ടൈമോ മണിക്കൂറിലേ എടുക്കാവും ആണല്ലോ. ഇപ്പോൾ 90 മിനിറ്റ് എന്ന് പറയുന്നതായിരുന്നു. അപ്പോൾ എന്താണ്? 1.5 അവർ. ഇനി അതുമല്ല 60 മിനിറ്റ്, അങ്ങനെ വലുതായിട്ടൊന്നും തരത്തില്ല, 60 മിനിറ്റ് എന്ന് വരുന്നു. അപ്പോൾ എന്ത് വരും? 1 അവർ എന്നെടുക്കണം. 1 എന്നേ എടുക്കാവുള്ളൂ. ഈ ഒരു ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വീട്ടിൽ എനർജി കൺസംഷൻ കിട്ടും. ഇതിൻ്റെ പ്രോബ്ലം ഞാൻ അടുത്ത ദിവസം ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മാത്രം ഞാൻ അതിൻ്റെ പ്രോബ്ലം ചെയ്യാം. എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്ത എനർജി 1 കിലോ വാട്ട് അവർ ആണെന്ന് പറയുന്നത്? 1 കിലോ വാട്ട് അവറിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ 1000 വാട്ടുള്ളൊരു ഉപകരണം, 1000 വാട്ട് പവറുള്ള ഒരു ഉപകരണം 1 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ എത്ര ഇലക്ട്രിക്കൽ എനർജി അവിടെ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നു, ഇതിനെയാണ് 1 കിലോ വാട്ട് അവർ എന്ന് വിളിക്കുന്നത്. അടുത്തത് സേഫ്റ്റി മെഷേഴ്സ് ഇൻ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ. ഒരു വീട്ടിലെ സർക്യൂട്ടിൽ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിന് പ്രധാനമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒന്ന്, സേഫ്റ്റി ഫ്യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സേഫ്റ്റി ഫ്യൂസ് ഉണ്ട്. പിന്നെ MCB കണക്ട് ചെയ്യും, പിന്നെ ELCB കണക്ട് ചെയ്യും. ELCB അല്ലെങ്കിൽ അതിന് പകരമായിട്ട് RCCB എന്താണെന്ന് പറയാം. ദെൻ എർത്തിങ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷനിൽ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ആദ്യത്തെ നോക്കാം സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസ് എന്തായിരുന്നു ഞാനൊന്നുകൂടെ പറയാം. സർക്യൂട്ടിലേക്ക് ഏതെങ്കിലും തരത്തിൽ ഓവറായിട്ട് കറണ്ട് ഫ്ലോ നടന്നു കഴിഞ്ഞാൽ ഈ സേഫ്റ്റി ഫ്യൂസിൻ്റെ ഫ്യൂസ് വയർ ഉരുകി അങ്ങ് പൊട്ടും. ഉരുകി പൊട്ടിക്കഴിയുമ്പോൾ സർക്യൂട്ടിലോട്ടുള്ള കറണ്ട് ഫ്ലോ നിൽക്കും. അങ്ങനെ സർക്യൂട്ട് പ്രൊട്ടക്റ്റഡ് ആവും. അതാണ് സേഫ്റ്റി ഫ്യൂസിനെ സംബന്ധിച്ച്. 2, MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെ തന്നെ സേഫ്റ്റി ഫ്യൂസിനൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഇവിടെ നമ്മൾ ഉരുകി പൊട്ടലൊന്നുമില്ല, സർക്യൂട്ട് അങ്ങ് ബ്രേക്കാവും. ബ്രേക്കാന്ന് പറഞ്ഞാൽ അങ്ങ് ഓഫാവും. ഓവറായിട്ട് കറണ്ട് കയറി വരുമ്പോൾ സർക്യൂട്ട് അങ്ങ് ബ്രേക്കാവും. ഇനി ആ പ്രശ്നം പരിഹരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിതങ്ങ് ഓണാക്കുക. പ്രശ്നം പരിഹരിക്കുമ്പോൾ നമ്മൾ മിന്നൽ വരുന്നു. ഓവറായിട്ട് മിന്നലൊക്കെ അടിക്കുമ്പോൾ ഹൈ വോൾട്ടേജ് കയറി വരില്ല, കറണ്ട് കൂടുതൽ കയറി വരും. ആ സമയത്ത് അതങ്ങ് ഓഫാവും. മിന്നലൊക്കെ കഴിയുമ്പോൾ നമ്മൾ തന്നെ ചെയ്തത് അങ്ങ് ഓണാക്കാം, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഫ്യൂസിൻ്റെ അത്രയും മെയിൻ്റനൻസ് കുഴപ്പം ഏതിനില്ല. ഫ്യൂസാണെങ്കിൽ നമ്മൾ അഴിച്ചു പിന്നെ ഫ്യൂസ് വയർ വെക്കണം. ഇതങ്ങനൊന്നുമില്ല, നേരെ അങ്ങ് ഓണാക്കിയാൽ മതി. ഓക്കെ, കുറച്ചുകൂടെ വില കൂടുതലാണെന്നേ ഉള്ളൂ. ഇനി അതിനേക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ് ELCB. ELCB എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസുലേഷൻ തകരാറ് കാരണമോ അങ്ങനെ എന്തെങ്കിലും കറണ്ടിന് എവിടെയെങ്കിലും ലീക്ക് വരികയാണെന്ന് വെച്ചോ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്?
ELCB എന്ന് പറയുന്നത്. ഒരു വീട്ടിലേക്ക് ഒരു ELCB മതിയാവും. MCB അങ്ങനെയല്ല, ഒരു ഏരിയയ്ക്ക് ഒരെണ്ണമാണ്, ഒരു റൂമിലേക്ക് അല്ലെങ്കിൽ ഒരു സ്പേസിലേക്കൊക്കെ ഒരു MCB വേണം. ഇവിടെ അങ്ങനെയല്ല, ഒരു സർക്യൂട്ടിന് മൊത്തത്തിൽ ഒരു ELCB മതി. ELCBയേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന സാധനമാണ് RCCB. RCCBയുടെ ഫുൾ ഫോം റെസിജ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ ആണ്. റെസിജ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. പിന്നെ എർത്തിങ് നമ്മൾ പലതവണ കേട്ടിട്ടുള്ള സാധനമാണ്. എർത്തിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലോ റെസിസ്റ്റൻസ് വയർ ഉപയോഗിച്ച്, അതായത് റെസിസ്റ്റൻസ് കുറഞ്ഞൊരു വയർ ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഉപകരണങ്ങളിലേക്ക്, ഇപ്പോൾ തേപ്പൂട്ടി ആയിക്കോട്ടെ, അങ്ങനെ മെറ്റൽ ബോഡിയുള്ള ഉപകരണങ്ങളിലെ ആ മെറ്റൽ പാർട്ടിൽ നിന്ന് നേരെ എർത്തിലേക്ക് കണക്ഷൻ കൊടുക്കും. എങ്ങനെ കൊടുക്കുന്നത്? നമ്മുടെ 3 പിൻ സോക്കറ്റിലെ ആ വലിയ പിന്നിലെ അതിനകത്തോട്ട് കണക്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ റെസിസ്റ്റൻസ് കുറവാണല്ലോ, അതുകൊണ്ട് തന്നെ കറണ്ട് എവിടെയെങ്കിലും, ഈ ബോഡിയിൽ എവിടെയെങ്കിലും കറണ്ട് വന്നു കഴിഞ്ഞാൽ നേരെ എർത്ത് വയർ വഴി എർത്തിലേക്ക് അങ്ങ് പോകും. ഈ സമയത്ത് കറണ്ട് ഫ്ലോ കൂടുതലല്ലേ, സർക്യൂട്ടിലേക്കുള്ള കറണ്ട് ഫ്ലോ കൂടുമ്പോൾ നമ്മുടെ ഫ്യൂസ് വയർ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഉരുകി അങ്ങ് പൊട്ടും. അപ്പോൾ എർത്തിങ്ങും ഫ്യൂസുമായിട്ട് ബന്ധമുണ്ട്. എർത്തിങ് നടക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിൽ എവിടെയെങ്കിലും ലീക്കേജ് കറണ്ടായിട്ടുണ്ടെങ്കിൽ അത് നേരെ എർത്ത് വയറിൽ കൂടെ അങ്ങ് താഴേക്ക് പോവും. അപ്പോൾ അവിടെ കറണ്ട് ഫ്ലോ കൂടുതലായിട്ട് വരികയാണ്. സേഫ്റ്റി ഫ്യൂസ് വയർ ഉരുകി പൊട്ടുകയും സർക്യൂട്ട് പ്രൊട്ടക്റ്റഡ് ആവുകയും ചെയ്യുന്നു. എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അത്രയും പഠിച്ചാൽ ടെക്സ്റ്റിനകത്ത് വലിയൊരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, അത്രയൊന്നും പഠിക്കേണ്ട. പിന്നെ എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം, ഈ എർത്ത് പിന്നിൻ്റെ നീളവും വണ്ണവും കൂടുതലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ആ മൂന്നാമത്തെ പിന്നില്ലേ, നമ്മൾ കുത്താൻ നേരമുള്ള മൂന്നാമത്തെ പിന്നിൻ്റെ നീളവും വണ്ണവും കൂടുതലാണ്. എന്തിനാണ് നീളം കൂടുതൽ? നമുക്ക് പ്രൊട്ടക്ഷനാണ് വേണ്ടത്. ഇപ്പോൾ നമ്മളൊരു തേപ്പൂട്ടിയുടെ മെറ്റൽ ബോഡിയിൽ കുറച്ച് കറണ്ട് ഇരിക്കുമെന്ന് വെച്ചോ, നമ്മൾ ചെന്ന് തൊടുമ്പോൾ അതിനകത്ത് അറിയാൻ പറ്റത്തില്ല അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന്. നേരെ തൊടുമ്പോഴായിരിക്കും കറണ്ട് അടിക്കുന്നത്. അങ്ങനെ കറണ്ട് അടിക്കാതിരിക്കാൻ ആദ്യം ആര് എന്ന് കാരണം, ഈ പ്രധാനമന്ത്രിയൊക്കെ വരുമ്പോൾ ബ്ലാക്ക് ഹെഡ്സൊക്കെ ആദ്യമേ വരത്തില്ല അവിടെ സെർച്ച് ചെയ്യാൻ. അതുപോലെ എർത്ത് പിന്നിൻ്റെ നീണ്ട പിന്നെന്ത് ചെയ്യും? നേരെ ചെന്ന് അവിടെ കണക്റ്റ് ആവും. പിന്നെ മറ്റ് 2 ചെറിയ പിന്നി ഒന്ന് കയറിയാലും ശരി, അവിടെ ഒഴുകുന്ന കറണ്ട് എങ്ങോട്ടങ്ങ് പൊക്കോളും? എർത്ത് പിന്നിലേക്ക് പൊക്കോളും. ഉപയോഗിക്കുന്ന ആളിന് എന്തില്ല? അപകടം ഇല്ല. മനസ്സിലായോ? അതുപോലെ തന്നെ തിരിച്ചെടുക്കാൻ നേരവും ഈ ഫേസ് ലൈനും ന്യൂട്രൽ ലൈനും ഇനി മാറിയതിന് ശേഷമേ ആരിറങ്ങാവൂ? എർത്ത് പിന്നെ ഇറങ്ങാവൂ. എന്നാലേ നമുക്ക് ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടത്തുള്ളൂ. ഇനി എന്തിനാണ് വണ്ണം കൂട്ടി വെച്ചിരിക്കുന്നത്? വണ്ണം കൂട്ടി വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു, എർത്തിന് റെസിസ്റ്റൻസ് കുറവാണ്. അല്ലെങ്കിൽ എർത്ത് വയറിന് റെസിസ്റ്റൻസ് കുറവായിരിക്കണം. കാരണം എന്നാലേ പെട്ടെന്ന് കറണ്ട് ഫ്ലോ അങ്ങ് നടക്കത്തുള്ളൂ. ഓവറായിട്ടിരിക്കുന്ന കറണ്ട് അങ്ങ് ഒഴുകി പോകണം. അപ്പോൾ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള മാർഗ്ഗമാണ് ഇതിൻ്റെ ഏരിയ കൂട്ടുക, അല്ലെങ്കിൽ വണ്ണം കൂട്ടുക, തിക്നെസ് കൂട്ടുക. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് എല്ലാ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സും കവേർഡാണ്. ഇനി നമ്മൾ ഇലക്ട്രിക്കൽ ഷോക്ക് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെ എടുക്കാം, പിന്നെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ഫസ്റ്റ് എയ്ഡ് ചെയ്യാം, ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ ചുമ്മാ ഒന്ന് വായിച്ചാൽ അത് മനസ്സിലാവും. ടെക്സ്റ്റിനകത്തുണ്ട്. അത് വായിച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പോയിൻ്റ് മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നാളെ രാവിലെ 10 മണിക്ക് കാണാം. 10 മണിക്ക് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. സംശയങ്ങളുള്ള പ്രോബ്ലംസ് ഇന്ന് വൈകുന്നതിനകത്ത് വെച്ച് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുക. വാട്സാപ്പ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, എങ്ങനെയെങ്കിലും എനിക്ക് അത് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടെ സോൾവ് ചെയ്തിട്ടായിരിക്കും അടുത്ത ദിവസം ക്ലാസ് ഇടുന്നത്.